ഒരു മനുഷ്യൻ പുറത്തേക്ക് ശക്തനായി തോന്നാം, പക്ഷെ ഉള്ളിൽ അവൻ എത്രത്തോളം തകർന്നിരിക്കാമെന്ന് ആരും കാണാറില്ല. 1926 മെയ് 2 ഡൽഹിയിലെ ഒരു യുവ ജഡ്ജി ജീവിതം അവസാനിപ്പിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. 30 വയസ്സ് മാത്രം, ഒരു ഭാവി നിറഞ്ഞ ജീവിതം. പക്ഷെ ഒരു ചോദ്യം മാത്രം ബാക്കിയുണ്ട്: എന്താണ് അവനെ ഇതിലേക്ക് എത്തിച്ചത്? ഡൽഹിയിലെ ഗ്രീൻ പാർക്കിലെ സ്വന്തം വസതിയിൽ കുളിമുറിക്കുള്ളിൽ പൂട്ടിയ നിലയിൽ ജഡ്ജി അമൻ കുമാർ ശർമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ലായിരുന്നു. DLSA സെക്രട്ടറിയായി സേവനം ചെയ്തിരുന്ന യുവ ജഡ്ജി പൂനെയിലെ സിംബയോസിസ് ലോ സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി 2021 ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ചു. ജീവിതം ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തോ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ കുടുംബ വഴക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് സൂചന. അമ്മൻ്റെ പിതാവ് പറഞ്ഞത് മകനെ രാത്രി വിളിച്ചു, അവൻ വളരെ വിഷമത്തിലാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായി മാനസിക പീഡനം അനുഭവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ഭാര്യയും ബന്ധുക്കളും അവൻ്റെ ജീവിതത്തിൽ അമിതമായി ഇടപെട്ടുവെന്നും കുടുംബം പറയുന്നു. പക്ഷേ ഇതിപ്പോഴും ആരോപണങ്ങൾ മാത്രമാണ്. സത്യമെന്താണെന്ന് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ അറിയൂ. ആ ദിവസം വീടിനുള്ളിൽ തർക്കമുണ്ടായി. ശബ്ദം, വിളി, വേദന, പിന്നീട് ഒരുതരം നിശബ്ദത. അത് സമാധാനമായിരുന്നില്ല, ഒരു അവസാനമായിരുന്നു. വാതിൽ തുറന്നപ്പോൾ ഒരു ജീവിതം അവസാനിച്ചിരുന്നു. ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്: ഒരു ജഡ്ജി, നിയമം അറിയുന്ന ഒരാൾ ഇങ്ങനെ തകർന്നു പോകാൻ കാരണമെന്ത്? പദവി, വിദ്യാഭ്യാസം, പണം, ഇവയൊന്നും മനസ്സിൻ്റെ വേദനയെ തടയുന്നില്ല. ചിലർ പുറത്തേക്ക് ചിരിക്കും, പക്ഷേ ഉള്ളിൽ അവർക്കൊരു യുദ്ധം നടക്കുന്നു. നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണം: നമ്മുടെ അടുത്തുള്ളവർ സുഖമായിരിക്കുന്നുവോ? അവർ പറയാത്ത വേദനകൾ ഉണ്ടാകുമോ? ഒരു ചോദ്യം ചോദിക്കുക: നിനക്ക് സുഖമാണോ? അതൊരാളുടെ ജീവിതം ചിലപ്പോൾ രക്ഷിച്ചേക്കാം. ജീവിതം വളരെ വിലപ്പെട്ടതാണ്. ഒരാളുടെ മനസ്സ് തകരുമ്പോൾ അത് കാണാൻ കഴിയില്ല. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ കേൾക്കണം, നമ്മൾ പിന്തുണ നൽകണം. കാരണം ഒരു നിശബ്ദത, വേദന, ഒരു ജീവിതം അവസാനിപ്പിക്കുവാൻ മതി.